ഓം നമോ നാരായണായ. ശ്രീരാമചന്ദ്രൻ ബാലിയുടെ ദേഹത്ത് തറഞ്ഞിരിക്കുന്ന അമ്പ് പറിച്ച് തൃക്കൈ കൊണ്ട് മെല്ലെ തലോടി. സുഗ്രീവനുമായുള്ള സംഘട്ടനവും ശ്രീരാമൻ്റെ അമ്പേൽക്കലും മോക്ഷദായകമായാണ് ഭവിച്ചത്. ബാലിയുടെ ആത്മാവ് ശ്രീരാമപാദത്തിൽ ലയിച്ചു ചേർന്നു. അവിടെയുണ്ടായിരുന്ന മർക്കടക്കൂട്ടം ഭയന്ന് ഓടി കിഷ്കിന്ധയിലെത്തി താരാദേവിയോട് വിവരം പറഞ്ഞു. വേഗം കുമാരനായ അംഗദനെ രാജാവായി വാഴിക്കുക. പിന്നെ കിഷ്കിന്ധാഗോപുരം 4 പുറവും ബന്ധിക്കുക. അതിനുവേണ്ടി മന്ത്രികളെ നിയോഗിക്കുക. ബാലി മരിച്ച വാർത്ത കേട്ടു ദുഃഖിതയായി താരാദേവി വട്ടശ്ശി താടിച്ചുകൊണ്ട് ഭർത്താവ് കിടക്കുന്നിടത്തേക്കു ചെന്നു. ഭർത്താവിനോടുകൂടി താനും വരികയാണ് എന്ന് പറഞ്ഞു കരഞ്ഞു. ചെന്നു പുത്രനോടുകൂടി ഭർത്തൃപാദാന്തികെ വീണു കേണു തുടങ്ങി. ശ്രീരാമനോടായി ബാണമെയ്ത് തന്നെയും കൊല്ലാനോ ഭർത്താവിനെ പിരിഞ്ഞിരിക്കാൻ സാധ്യമല്ലെന്നും തന്നെ ഭർത്താവിൻ്റെ കൂടെ അയക്കുകയാണെങ്കിൽ കന്യകാദാനബലം നേടാം. ഭാര്യാവിയോഗജന്യമായ ദുഃഖത്തിന് ശമനം വരുത്താമെന്നാണ് താരാദേവി പറയുന്നത്. പിന്നെ ശ്രീരാമൻ താരാദേവിയോടു തത്വോപദേശം ചെയ്യുന്നു. എന്നതു കേട്ടു രഘുത്തമൻ ബാണവും ചെന്നു പറിച്ചു തലോടിനാൻ മെല്ലവേ. മാനവവീരൻ മുഖാംബുജവും പാർത്തു വാനരാദേഹം ഉപേക്ഷിച്ചു ബാലിയും. യോഗീന്ദ്രവൃന്ദ ദുരാപമായുള്ളൊരു ലോകം ഭഗവത് പദം ഗമിച്ചിടിനാൻ. രാമനായൊരു പരമാത്മനാ ബാലി രാമപാദം പ്രവേശിച്ചോരനന്തരം മർക്കടൗകം ഭയത്തോടോടി വേഗന പുക്കിതു കിഷ്കിന്ധയായ പുരാജിരേ. ചൊല്ലിനാർ താരയോടാശു കവികളും സ്വർലോകവാസിയായി വന്നു കപീശരൻ. ശ്രീരാമസായകമേറ്റു രണാജിരേ. താരേ കുമാരനെ വാഴിക്ക വൈകാതെ. ഗോപുരവാതിൽ 4 ദൃഢം ബന്ധിച്ചു ഗോപിച്ചു കൊള്ളുക കിഷ്കിന്ധ മഹാപുരം. മന്ത്രികളോടു നിയോഗിക്ക നീ പരിപന്തികളുള്ളിൽ കടക്കാതിരിക്കണം. ബാലി മരിച്ചതു കേട്ടൊരു താരയുമോലോല വീഴുന്ന കണ്ണുനീരും വാർത്തു. ദുഃഖേന വക്ഷസി താടിച്ചു ഗദ്ഗദ വാച പറഞ്ഞു പലതരം. എന്തിനെനിക്കിനി പുത്രനും രാജ്യവും എന്തിനു ഭൂതലവാസവും മേ വൃഥാ. ഭർത്താവ് തന്നോട് കൂടെ മടിയാതെ മൃത്യുലോകം പ്രവേശിക്കുന്നതുണ്ടു ഞാൻ. ഇത്തം കരഞ്ഞവൾ ചെന്നു തൻ രക്തപാംസുക്കളണിഞ്ഞു കിടക്കുന്ന ഭർതൃകളേബരം കണ്ടു മോഹം പൂണ്ടു. പുത്രനോടും കൂടെയേറ്റം വിവശയായി വീണിതു ചെന്നു പാദാന്തികെ താരയും കേണു തുടങ്ങിനാൾ പിന്നെ പലതരം. ബാണമേതെന്നെയും കൊന്നിടു നീ മമ പ്രാണനാഥനു പൊറ പിരിഞ്ഞാലടോ.
എന്നെ പതിയോടു കൂടെയയക്കിലോ. കന്യകാ ദാനബലം നിനക്കും വരും. ആര്യനാം നിന്നാൽ അനുഭൂതമല്ലയോ. ഭാര്യവിയോഗജ ദുഃഖം രഘുപതേ. വ്യഗ്രവും തീർത്തൊരുമായുമായി വാഴ്ക നീ. സുഗ്രീവ രാജഭോഗങ്ങളോടും ചിരം. ഇത്തം പറഞ്ഞു കരയുന്ന താരയോടുത്തരമായരുൾ ചെയ്തു രഘുവരൻ. തത്വജ്ഞാനോപദേശേന കാരുണ്യേന ഭർതൃവിയോഗ ദുഃഖം കളഞ്ഞിടുവാൻ.